ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ഫിഷ് ബിരിയാണിയാണ്. ഇത് ഹൈദരാബാദി സ്പെഷ്യൽ ഫിഷ് ദം ബിരിയാണിയാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബിരിയാണിയല്ല, ശരിക്കും നല്ല രീതിയിലുള്ള ദം ബിരിയാണിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കുറച്ച് സ്പൈസി ആയിട്ടുള്ള, നല്ല മസാലകളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ലൊരു സ്പൈസി ബിരിയാണിയാണിത്. അപ്പോൾ ഹൈദരാബാദി സ്പെഷ്യൽ ദം ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിപ്പം ഇവിടെ വാങ്ങിക്കുന്നത് റോവ് ആണ്. ഒരു 3 കിലോ ഉള്ള റോവ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ക്ലീൻ ചെയ്ത് എടുക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ ചെറിയ സ്ക്വയർ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. തൊലിയോടുകൂടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. റോവ് അല്ലാതെ വേറെ ഏതെങ്കിലും നല്ല മീൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ മീൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തു. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഉപ്പ് അതും 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തു. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് റോവ്, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. മല്ലിപ്പൊടി അതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് മസാല ഒന്ന് പുരട്ടി കൊടുക്കണം. വേറെ നല്ല മീനുണ്ടെന്നുണ്ടെങ്കിൽ ആ നല്ല മീനിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ടുള്ള മീനെ ചെയ്തെടുക്കാവുന്നതാണ്. വേറെ മീൻ എടുക്കുമ്പോഴും ഇതിൻ്റെ സെയിം മസാല തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നല്ലതുപോലെ അത് പുരട്ടി കൊടുത്തു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നു. കോൺഫ്ലവറും ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് 1 മണിക്കൂർ നേരം ഇങ്ങനെ തന്നെ വെക്കാം. ആ സമയം നമ്മളൊരു 5 വലിയ സവോള എടുത്തിട്ടുണ്ട്. സവോള അരിഞ്ഞെടുത്ത് ഒന്ന് വറുത്തെടുക്കാം. എണ്ണ ചൂടായി നമ്മൾ അതിലേക്ക് സവോള ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് നല്ല ഗോൾഡൻ കളറാക്കി നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. സവോള ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സവോള ഇന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ സവോള നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. സവോള നമ്മൾ കോരി മാറ്റി. ഇനിയും ഈ സവോള വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച മീൻ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നല്ലതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം. കാരണം ഇതിന് കട്ടി കുറവാണ്. ഇനിയും കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, തൊലിയോടുകൂടി ചതച്ച വെളുത്തുള്ളിയാണ്, അതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കറിവേപ്പില തണ്ട് നമ്മൾ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ദശയ്ക്ക് കട്ടി കുറവായതുകൊണ്ട് നമ്മൾ ഒരുവിധം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കണം. ഇത് അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരുവിധം നല്ലതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഒരുപാട് തീ കൂട്ടി വെക്കാൻ പാടില്ല.
അപ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള വലിയ കഷ്ണങ്ങളും ഒന്ന് ഫ്രൈ ആയി വരണം. ചെറുതൊക്കെ പെട്ടെന്ന് ആയിട്ടുണ്ട്. ഇനി വലുതൂടെ നമുക്കൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ദശക്കട്ടിയുള്ള മീനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, അത് നല്ലതാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഈ റോവ്, അതുകൊണ്ടാണ് ഈ റോവിൽ തന്നെ ചെയ്യുന്നത്. അത് ഇഷ്ടമില്ലാത്തവർ വേറെ ഏതെങ്കിലും മീനെ ചെയ്യാവുന്നതാണ്. നെയ്മീനോ മോതയോ. അപ്പോൾ നമ്മൾ മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇനി ബാക്കിയുള്ള കഷ്ണങ്ങളും അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരി തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ വെള്ളം വെച്ചു. അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം പട്ട, 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു, 2 ബേ ലീഫ് നമ്മുടെ ഭക്ഷണയിലൂടെ ഇട്ട് കൊടുത്തു. ഉപ്പ് അതും കുറച്ച് ഒരു 2 സ്പൂണോളം ഉപ്പിട്ട് ഇട്ട് കൊടുത്തു. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി കൂടി നമുക്കിതിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില അതുകൂടി ഇട്ട് കൊടുത്ത് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. ആ സമയം നമുക്ക് വേറൊരു പാത്രമെടുത്തു. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നമ്മളുടെ സവോള നല്ലതുപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ചെടുക്കണം. കൈകൊണ്ട് നല്ലതുപോലെ പൊടിയാക്കിയെടുക്കണം. ഈ മസാലയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബിരിയാണിയുടെ കൂട്ടെന്ന് പറയുന്നത്. ഈ മസാലയിലാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അത് നമുക്ക് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള കുറച്ച് കൂടുതലുണ്ടെങ്കിലും നല്ലതാണ്. ഇനി നമുക്കതിലേക്ക് ഒരു 5 ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പുതിനയില വളരെ കുറച്ച് പുതിനയില ഇട്ട് കൊടുത്തു. മല്ലിയില നമുക്ക് കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട്. മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് തൈര് അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒരു 10 എണ്ണം അതുകൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നല്ലതുപോലെ കൈകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. തൈര് ഉടച്ചാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ തൈര് വെള്ളം കുറച്ചാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന മസാല കുറച്ച് കട്ടിയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഇത് കുറച്ച് ലൂസായിട്ട് വേണം എടുക്കാൻ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നിങ്ങൾ മസാല തയ്യാറാക്കി എടുക്കണം. ഇനി ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്തു. അതിലേക്ക് നമ്മൾ മീൻ വറുത്താതെ എണ്ണ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്തു. ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മതി. അതിലേക്ക് വറുത്ത് വെച്ച മീൻ കഷ്ണങ്ങൾ നമുക്കിട്ട് കൊടുക്കാം.
അപ്പോൾ വറുത്ത് വെച്ച മീൻ കഷ്ണങ്ങളെല്ലാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ മസാല കൂട്ട് ഈ മീനിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശ്രദ്ധിക്കുക, കുറച്ചുകൂടെ ലൂസായിട്ട് വേണം അത് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമ്മൾ മുക്കാൽ വേവിൽ അരി എടുത്തിട്ടുണ്ട്. മുക്കാൽ വേവിൽ അരിയെടുത്ത് ചോറ് നമ്മൾ ഇതിലെ മണ്ടയിലേക്ക് ഇടുന്നു. നല്ല ആവിയാണ്, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. മുക്കാൽ വേവാകുമ്പോൾ തന്നെ നമ്മൾ ചോറ് അതിൽ നിന്ന് കോരി മാറ്റേണ്ടതാണ്. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയെടുത്തത് ഒരു കളറിന് വേണ്ടി ഒഴിച്ചതാണ്. നെയ്യ് കുറച്ച് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലൊരു തവ വെച്ച് കൊടുത്തതിന് ശേഷം ആ തവയുടെ മുകളിലേക്ക് നമ്മളെടുത്ത് വെച്ച ബിരിയാണി പാത്രം വെച്ച് കൊടുക്കാം. ശേഷം അതിൻ്റെ അടപ്പ് അടച്ചു കൊടുത്ത് അതിന് മുകളിലായിട്ടൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കലത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കട്ടെ. 20 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. നല്ലപോലെ ആവി കയറി റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയൊന്ന് എടുത്തു നോക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചിരുന്നു. അതിന് ശേഷമാണ് ഇത് എടുക്കുന്നത്. എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു 5 മിനിറ്റ് നേരം ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. ഇപ്പോൾ മസാലയൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അടിയിൽ നിന്ന് മസാല കൂട്ടി എടുത്ത് വേണം നമ്മൾ സെർവ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ മസാല കൂട്ടിയുള്ള ഫിഷ് എടുത്തു. അടിയിൽ നിന്നും ചോറ് എടുത്ത് ഇടുക. അതിനുശേഷം മുകളിൽ നിന്നുള്ള ചോറ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ മസാലയൊക്കെ പിടിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. സാധാരണ നമ്മളുണ്ടാക്കുന്ന ബിരിയാണിയേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുള്ള നല്ലൊരു ബിരിയാണിയാണിത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹൈദരാബാദി ഫിഷ് ദം ബിരിയാണി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതിൽ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്, കുറച്ച് സ്പൈസിയാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം.